കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലെത്തിയ മന്ത്രിസംഘത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം. സുൽത്താൻ ബത്തേരിയിൽ വെച്ച യൂത്ത് ലീഗ് പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത്. നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചതിൽ ബാക്കിയുണ്ടായിരുന്ന 5 ലക്ഷം കൂടി പ്രജിത്തിന്റെ കുടുംബത്തിന് മന്ത്രിമാർ കൈമാറി. അതേസമയം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായ പാക്കം സ്വദേശി പോളിന്റെ വീട് മന്ത്രിസംഘം സന്ദർശിക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേർന്നുണ്ട്. ശ്രീജിത്ത്, നിലവിൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾ ഒരുപക്ഷെ വളരെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മന്ത്രിമാരെത്തി സന്ദർശിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും കൃത്യമായ രീതിയിലുള്ള ആശ്വാസ വാക്കുകൾ കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തിന് അയവുണ്ടാകുന്നില്ല. ഒരുപക്ഷെ ജനങ്ങളുടെ പ്രതികരണവും അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും വിഷ്ണു, 3 മണി തൊട്ട് ആരംഭിച്ച് 3 മണിക്കാണ് ഇത്തരത്തിൽ വിവിധ സമയങ്ങളിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 കുടുംബങ്ങളുടെ വീടുകളിലേക്ക് മന്ത്രിസംഘം കടന്നു വന്നത്. 3 മണിയോടെ തന്നെ ഇത്തരത്തിൽ ആദ്യം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട് ആദ്യം മന്ത്രിസംഘം സന്ദർശിച്ചു. 3 അംഗ സംഘമാണ് നിലവിൽ സന്ദർശിക്കുന്നത്. അതിനുശേഷമായിരുന്നു അവിടെ 10 ലക്ഷം രൂപ ഡിസംബറിൽ തന്നെ നൽകാമെന്ന് ഇത്തരത്തിൽ മന്ത്രി ചർച്ചയുടെ ഫലമായി പറഞ്ഞിരുന്നെങ്കിലും നിലവിൽ ആദ്യം 5 ലക്ഷം രൂപ അനുവദിക്കുകയും തുടർന്നായിരുന്നു ഇന്ന് മന്ത്രിസംഘം എത്തി 5 ലക്ഷം രൂപ നൽകുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു 4 ദിവസം മുൻപ് കൊല്ലപ്പെട്ട കുറുവ ദ്വീപിലെ വാച്ചറായ പോളിന്റെ വീട് സന്ദർശിച്ചു. ആ വീട്ടിലെത്തിയപ്പോൾ വൈദികർ അടക്കമുള്ളവർ മന്ത്രിസംഘത്തോട് വലിയ പരാതിയാണ് പറഞ്ഞത്. കളക്ടറിനെതിരെയായിരുന്നു പ്രധാനമായി അവർ പരാതി പറഞ്ഞത്. ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം ശത്രുതാ മനോഭാവമായാണ് ജനങ്ങളോട് പെരുമാറുന്നത്. ജനങ്ങളോട് കൂടെ നിന്നായിരിക്കണം ഇത്തരത്തിൽ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രവർത്തനം. അത്തരത്തിൽ നിരന്തരം വന്യജീവി ആക്രമണം ഉണ്ടായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിയുന്നില്ല. അത് കഴിഞ്ഞായിരുന്നു ഈ അജീഷിന്റെ വീട്ടിൽ, പടമലയിലെ അജീഷിന്റെ വീട്ടിലെത്തിയത്. അജീഷിന്റെ വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ അജീഷിന്റെ പിതാവ് ഉൾപ്പെടെ മന്ത്രിമാർക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചത്. കാരണം ഈ അജീഷിന്റെ മകൾ തന്നെ രാജനോട് മുഖത്ത് നോക്കി തന്നെ ഇത്തരത്തിൽ ചോദിക്കുന്നു. 10 ദിവസമായി ഈ അച്ഛനെ കൊന്ന കാട്ടാന പിടികൂടുവാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല. അത്തരത്തിൽ വലിയ വിമർശനമാണ് മന്ത്രിസംഘത്തിന് നേരെ ഈ അജീഷിന്റെ വീട്ടിൽ നിന്നും ഉണ്ടായത്. തുടർന്ന് 1 മാസം മുമ്പ് തോൽപ്പെട്ടിയിൽ മരണപ്പെട്ട ലക്ഷ്മണന്റെ വീട്ടിലേക്കാണ് നിലവിൽ മന്ത്രിസംഘം നീങ്ങുന്നത്. അങ്ങനെ ഈ 3 മാസത്തിനിടെ 4 പേരാണ് ഈ വയനാട്ടിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചത്. അവരുടെ വീടുകളാണ് നിലവിൽ ഇത്തരത്തിലുള്ള മന്ത്രിതല സംഘം സന്ദർശിക്കുന്നത്. ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലെത്തിയത് ഇത്തരത്തിൽ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലാണ്. അവിടെയും വൈകാരികമായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിമാർക്ക് നേരെ ആ ഒരു കുടുംബവും നാട്ടുകാരും ഒക്കെ ഉന്നയിച്ചത്. എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അടിയന്തരമായ ഘട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ചികിത്സയെങ്കിലും ഉറപ്പാക്കാനുള്ളൊരു സംവിധാനങ്ങൾ അവിടെ ഉറപ്പാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മന്ത്രിമാർ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? മുൻപും ഇത്തരത്തിൽ പലതവണ ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മുൻപും ഇത്തരത്തിൽ പല പ്രശ്നങ്ങളുമായി വയനാട്ടിലെത്തി വലിയ ഉറപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പെല്ലാം ഈ പേപ്പറുകളിൽ ഒതുങ്ങുന്നത് മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു തുടർച്ചയായ 2 മരണങ്ങൾ ഉണ്ടായപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായത്. മാനന്തവാടി നഗരത്തിലും പുൽപ്പള്ളിയിലെല്ലാം നാം അത് കണ്ടതായിരുന്നു. തുടർന്നായിരുന്നു ഈ മന്ത്രിതല സംഘം നിലവിൽ ഇവിടെ എത്തി. അതിന് സമാനമായ രീതിയിൽ തന്നെ വലിയ ഉറപ്പുകളാണ് നൽകുന്നത്. മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും. മുൻപുള്ള കാലത്തേക്കാൾ ഈ വയനാട്ടിൽ വലിയ വികസനമാണ് വരുത്തിയത് എന്ന തരത്തിൽ സംസാരിക്കുന്നതോടൊപ്പം നിലവിൽ കുറച്ച് വീഴ്ചകളുണ്ട്, അത് ഉടൻ തന്നെ പരിഹരിക്കുമെന്നും അടിയന്തരമായി 13 കോടി രൂപ മുഖ്യമന്ത്രി നേരിട്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം ഈ ഫെൻസിംഗിന്റെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കും. അതോടൊപ്പം തന്നെ 250 പുതിയ ട്രെഞ്ചുകൾ ഉൾപ്പെടെ നിർമ്മിക്കും. RRT അംഗങ്ങളെ കൂടുതലായി ഉൾപ്പെടുത്തും. ഈ ജീവനക്കാർക്ക് മതിയായ സൗകര്യങ്ങൾ, വനം വകുപ്പിലെ ജീവനക്കാർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി അവരുടെ പ്രവർത്തനം എളുപ്പമാക്കും എന്ന തരത്തിലുള്ള വലിയ ഉറപ്പുകളാണ് നിലവിൽ ഈ സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ അവർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീടുകളിൽ എത്തുമ്പോഴും അത്തരത്തിലുള്ള വലിയ ഉറപ്പുകളാണ് നൽകുന്നത്. എന്തായാലും ഇത്തരം ഉറപ്പുകൾ ഈ മുൻപോട്ട് പോകുമ്പോൾ പാലിക്കുമോ അതോ പഴയപടി തന്നെ സംഭവിക്കുമോ എന്ന് കണ്ടിരുന്നു കാണാനുള്ള കാര്യമാണ്. വ്യക്തമാണ്. ഇതുതന്നെയായാലും വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ ഇരയായ ആളുകളുടെ കുടുംബങ്ങൾ മന്ത്രിമാരുടെ സംഘം സന്ദർശിക്കുകയാണ്. ശ്രീജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.